നമുക്കേവർക്കും പ്രിയങ്കരനായിരുന്ന ശ്രീനിവാസൻ വിടവാങ്ങിയിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ സിനിമകളിൽ നിന്നും ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങളും എൻ്റെ അനുഭവമാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വീഡിയോകൾ ഈയിടെയായിട്ട് യൂട്യൂബിൽ കുറേ അധികം വരുന്നുണ്ട്. പണ്ട് അദ്ദേഹം കൈരളി ചാനലിൽ വലിയ ശ്രീനിയും ചെറിയ ലോകവും എന്ന ഒരു പ്രോഗ്രാം നടത്തിയിട്ടുണ്ടായിരുന്നു. ആ പ്രോഗ്രാമിൻ്റെ ഒത്തിരി ഫൂട്ടേജുകൾ ഇപ്പം യൂട്യൂബിൽ വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഫൂട്ടേജുകൾ കുറേ നാളുകളായിട്ട് കാണുന്നുണ്ട്, വർഷങ്ങളായിട്ട് അവർ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് അങ്ങനെ വന്ന ഒരു ഫൂട്ടേജുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ധ്യാനിന് ഫസ്റ്റ് ഒരു ബ്രേക്ക് കിട്ടുന്നത്. ധ്യാൻ അതിനകത്ത് നവ്യയെ ഇഷ്ടമായിരുന്നു പറയുന്നതൊക്കെ തുടർന്ന് അതൊരു ട്രോളായി മാറിയും ധ്യാനിന് പിന്നീട് ഇൻ്റർവ്യൂസിൽ അതിനെപ്പറ്റി ചർച്ച ചെയ്യും. പിന്നീട് ധ്യാനിന് ഒരു സോഷ്യൽ മീഡിയയിലൂടെ ഒരു ഇൻ്റർവ്യൂ സ്റ്റാറായി മാറുകയും ഒക്കെ ചെയ്യുന്നത് നമ്മൾ കണ്ടതാണ് കോവിഡിന് ശേഷം. വലിയ ലോകവും ചെറിയ ശ്രീനിയും ആ പ്രോഗ്രാം കൈരളി ടി വിയിൽ പണ്ട് എനിക്ക് തോന്നുന്നു വീക്കിലി വന്നുകൊണ്ടിരുന്ന പ്രോഗ്രാം. എന്നാൽ നമ്മളെല്ലാവരും ഓൾമോസ്റ്റ് കണ്ട ഒരു പ്രോഗ്രാമാണ്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പ്രോഗ്രാമാണ്. സോഷ്യൽ മീഡിയ വരുന്നതിന് മുന്നേ തന്നെ നമ്മളുടെ ആൾക്കാർക്കിടയിൽ അദ്ദേഹം വളരെ ജനകീയനായിട്ട് പെരുമാറുന്ന ഒരു വ്യക്തിയായിരുന്നു. അപ്പോൾ അതിലൂടെ തന്നെ നമുക്ക് അദ്ദേഹത്തിനോട് ഒരു അഡ്മിറേഷൻ നമുക്ക് അന്നേ തോന്നിയിട്ടുണ്ടായിരുന്നു. കാരണം മറ്റുള്ള സിനിമാ താരങ്ങളെല്ലാം വ്യക്തി ജീവിതവും മറ്റുള്ള കാര്യങ്ങളും എല്ലാം വളരെ ഒരു കവേഡപ്പായിട്ട് നിൽക്കും. അതായത് എൻ്റെ സ്റ്റാർഡം പോകും, അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ കൂടുതൽ എക്സ്പോസ്ഡ് ആയി കഴിഞ്ഞാൽ എനിക്ക് ആ കിട്ടുന്ന സിനിമയിൽ തന്നെ ആൾക്കാർക്ക് ആസ്വദിക്കാൻ പറ്റില്ല, അങ്ങനത്തെ ഉള്ള ഒരു വികാരത്തിലായിരുന്നു പല സ്റ്റാറുകളും. പക്ഷേ അങ്ങനത്തെ ഉള്ള ഒരു സാഹചര്യത്തിൽ നിൽക്കുമ്പോൾ തന്നെ പൊതുവേ സിനിമ ഇൻഡസ്ട്രിയുടെ ഒരു മുഖം അങ്ങനെ ആയിരിക്കുമ്പോൾ തന്നെ ഒരു TV ചാനൽ വന്ന് എല്ലാ ആഴ്ചയും പ്രോഗ്രാം ചെയ്ത് എനിക്ക് പറയാനുള്ള ജനങ്ങളുമായിട്ട് ഒരു ഇടനിലക്കാരൻ്റെ ഒരു ആവശ്യമില്ലാതെ പറയാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നുള്ളത് തന്നെ അദ്ദേഹത്തിൻ്റെ ആ ഒരു മഹത്വത്തിൻ്റെ ഒരു വലിയ പോയിൻ്റ് തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ സിനിമാ ജീവിതം തുടങ്ങുന്നത് തന്നെ PA ബക്കറിൻ്റെ മണിമുഴക്കം എന്ന സിനിമയിലൂടെയാണ്. അദ്ദേഹം മദ്രാസ് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചു. അദ്ദേഹത്തിൻ്റെ സീനിയറായിരുന്നു രജനീകാന്ത്. അപ്പോൾ അദ്ദേഹം അതെല്ലാം പറഞ്ഞിട്ടുണ്ട്. ആ പ്രോഗ്രാം കാണുന്നവർക്ക് അദ്ദേഹത്തിൻ്റെ ജീവിതത്തെപ്പറ്റി നമ്മൾ കൂടുതലൊന്നും പറയേണ്ട കാര്യമില്ല, ഓൾമോസ്റ്റ് എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും. ലാസ്റ്റ് അദ്ദേഹം അഭിനയിച്ച സിനിമ ധ്യാൻ ശ്രീനിവാസൻ നായകനായിട്ട് അഭിനയിച്ച ആപ് കേസാ ഹോ എന്ന് പറഞ്ഞൊരു സിനിമയായിരുന്നു. അതൊരു ധ്യാൻ ബോംബായിരുന്നു. അപ്പം അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് അദ്ദേഹത്തിൻ്റെ സിനിമാ ജീവിതം ഇത്രയും വർഷം, ഏകദേശം 48ഓളം വർഷം നീണ്ടു നിന്ന സിനിമാ ജീവിതത്തിൽ അദ്ദേഹം ചെയ്ത ചില സിനിമകളിൽ എനിക്ക് പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള സിനിമ ഏതൊക്കെയാണെന്നും അതിൻ്റെ കാരണം എന്തൊക്കെയാണെന്നുമാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത്. അതിൽ ഞാനൊരു ക്രോണോളജിക്കൽ ഓർഡറൊന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ ആദ്യം കണ്ട ശ്രീനിവാസൻ സിനിമ, തിയേറ്ററിൽ പോയി ആദ്യം കണ്ട ശ്രീനിവാസൻ സിനിമ ചിന്താവിഷ്ടയായ ശ്യാമള എന്നുള്ള സിനിമയാണ്. ഞാനന്ന് സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് അച്ഛൻ്റെ അമ്മയുടെ കൂടെ പോയി കണ്ടത്. കാരണം ഫാമിലിക്കൊക്കെ അനുയോജ്യമായ ഒരു സിനിമ എന്നുള്ള രീതിയിലാണ് അന്ന് നമ്മളെ അത് തിയേറ്ററിൽ കൊണ്ടുപോയി കാണിച്ചത്. എനിക്കൊന്ന് കൊല്ലത്ത് അർച്ചനയിലോ ആരാധനയിലോ ഏതോ തിയേറ്ററിലായിരുന്നു റിലീസായിട്ടുണ്ടായിരുന്നത്. ഞാൻ തീരെ കുഞ്ഞായിരുന്നു. അങ്ങനെ പോയി 5ലോ 6ലോ പഠിക്കുന്ന സമയത്ത് നമ്മൾ ആ സിനിമ കാണുന്ന സമയത്ത് അതിനകത്ത് ഉള്ള ഒരു ഐക്കോണിക് ഡയലോഗ് ഞങ്ങൾ കുട്ടികളായിട്ടിരുന്ന ഞങ്ങൾ പോലും കൊണ്ടുവന്ന് വീട്ടിൽ പറയുന്നത്, അയ്യോ അച്ഛാ പോകല്ലേ, അയ്യോ അച്ഛാ പോകല്ലേ. പക്ഷേ അങ്ങനത്തുള്ള സറ്റേറിക് ഡയലോഗുകളൊന്നും പറയാൻ നമ്മുടെ വീട്ടിൽ അങ്ങനെ സ്വാതന്ത്ര്യമൊന്നുമില്ല. കാരണം അച്ഛൻ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലാണ് നമ്മുടെ വീട്ടിലുള്ളത്. അപ്പോൾ അങ്ങനത്തുള്ള തമാശയൊന്നും അച്ഛനെ ചേർത്ത് പറയാൻ പറ്റത്തില്ല. എന്നിരുന്നാലും ഒരു കോമഡി എന്നുള്ള രീതിയിൽ പോലും നമുക്ക് കുട്ടികൾക്ക് പോലും അത് മനസ്സിലായി. പക്ഷേ അന്ന് ആ സിനിമ കണ്ടപ്പം ആ സിനിമയ്ക്കകത്ത് എന്ത് തീമാണ് ഡിസ്കസ് ചെയ്യുന്നതെന്ന് കുട്ടിയായിട്ടുള്ള എനിക്കത് മനസ്സിലായിട്ടില്ലായിരുന്നു. കാരണം അതിനകത്ത് നമ്മൾ പെരിഫറലായിട്ടുള്ള ഒരു സാധനം മാത്രമേ നമുക്ക് ആ സിനിമയിൽ കാണാൻ പറ്റൂ. അതിനകത്ത് ശ്രീനിവാസൻ പറയുന്ന സ്റ്റാർട്ട് ആക്ഷൻ കട്ട് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നമുക്ക് സിനിമയെ പറ്റി ഒരു ബോധവും ഇല്ല. അപ്പോൾ സിനിമ എന്താണെന്നോ സിനിമ സംവിധാനം എന്താണെന്നോ ഒന്നും അറിഞ്ഞുകൂടാത്ത ഒരാൾ സിനിമ സംവിധാനം ചെയ്യാൻ പോകുന്നതും പിന്നെ അതിനെ തുടർന്ന് പലതരത്തിലുള്ള ബിസിനസ് നടത്തി പൊളിയുന്നതും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിനോട് ഒരു ഉത്തരവാദിത്ത ബോധത്തിൽ നിന്നുള്ള ഒരു ഒളിച്ചോട്ടമൊക്കെയാണ് അദ്ദേഹം ആ സിനിമയിൽ നായകനായിട്ട് അഭിനയിച്ചുകൊണ്ട് തന്നെ അദ്ദേഹം തിരക്കഥ എഴുതിയ സിനിമയിൽ കാണിക്കുന്നത്. അതിലൂടെ ഒരു ഡീപ്പർ ഫിലോസഫി. അപ്പം പിന്നീട് നമ്മൾ വർഷങ്ങൾക്ക് ശേഷം നമ്മൾ തന്നെ കല്യാണം ഒക്കെ കഴിച്ച് നമ്മൾ കുടുംബജീവിതത്തിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് അതിൽ നിന്നും അപ്പം ആ ശ്രീനിവാസൻ അന്ന് എഴുതിയതിൻ്റെ ഇമോഷണൽ വെയിറ്റും ഫിലോസഫിക്കൽ ഡെപ്തും ഒക്കെ നമുക്ക് ഇന്ന് വളരെ റിയലായിട്ട് നമുക്ക് അനുഭവിച്ചറിയാൻ പറ്റുമെന്നുള്ളത് അതൊരു വളരെ ഒരേ സമയം തന്നെ നമുക്ക് ദുഃഖവും സന്തോഷവും ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അതിനകത്ത് ചിന്താവിഷ്ടയായ സീത എന്നുള്ള കുമാരനാശാൻ്റെ കവിതയിൽ നിന്നിട്ടാണ് അതിന് പ്രചോദനം ഉൾക്കൊണ്ടത്. എനിക്ക് തോന്നുന്നു മലയാളത്തിലെ തന്നെ വൺ ഓഫ് ദ മോസ്റ്റ് പ്രോമിനൻറ്റ് ഫെമിനിസ്റ്റ് പോയിട്രിയാണ് ചിന്താവിഷ്ടയായ സീത. കാരണം രാമൻ എന്നുള്ള ഭർത്താവ് തൻ്റെ ഭാര്യ ആയിട്ടുള്ള സീതയെ ഉപേക്ഷിക്കുന്നതും സീതയ്ക്ക് ആദ്യമായിട്ട് ഇങ്ങനെ ഇന്ന് ചിന്തിച്ച് സീതയുടെ പെർസ്പെക്റ്റീവ് എന്ന് എഴുതിയ ഒരു കാവ്യം തന്നെയാണ്
കുമാരനാശാൻ അതേ ബിംബങ്ങൾ തന്നെയാണ് ചിന്താവിഷ്ടയായ ശ്യാമളയിൽ ശ്രീനിവാസൻ ഉപയോഗിച്ചേക്കുന്നത്. അതുപോലെ തന്നെ രാമൻ സീതയെ ഉപേക്ഷിച്ച് പോകുന്നു. അതുപോലെ തന്നെ ഇതിനകത്ത് ശ്രീനിവാസൻ്റെ കഥാപാത്രം സ്വന്തം ഭാര്യയെ ശ്യാമളയെ ഉപേക്ഷിച്ച് പോകുന്നതും, പിന്നെ ശ്യാമള വളരെ അധികം കഷ്ടപ്പെട്ട് ജീവിതത്തിൽ ഒറ്റയ്ക്ക് എല്ലാം പൊരുതി നേടുന്നു. ആദ്യമേ തൻ്റെ ജീവിതത്തിൽ ഭാര്യ ആവശ്യമില്ല, അല്ലെ ഈ ലൗകിക പ്രോബ്ലങ്ങളെല്ലാം തനിക്കൊരു ഭാരമാവുമെന്ന് മനസ്സിലാക്കിയിട്ട് എസ്കേപ്പിസത്തിന് വേണ്ടി ശ്രീനിവാസൻ്റെ കഥാപാത്രം ശ്രമിക്കുമ്പോഴത്തേക്ക് പിന്നീട് ശ്യാമള ജീവിതത്തിൽ ഒരു തീരുമാനം എടുക്കുകയാണെങ്കിൽ ഞാൻ ജീവിതത്തിൽ ഒറ്റയ്ക്കാണ്, സ്ട്രോങ് ഇൻഡിപെൻഡൻറ്റ് വുമണായിട്ട് എനിക്ക് നിന്നേ പറ്റുമെന്ന് മനസ്സിലാക്കി അവനവൻ്റെ ജീവിതം നോക്കി ജീവിക്കാൻ ശ്രമിക്കുന്ന സമയത്ത് പിന്നീട് ശ്രീനിവാസന് ഒരു തിരിച്ചറിവ് ഉണ്ടാവുകയും തിരിച്ച് ഫാമിലിയിലോട്ട് വരാൻ നടത്തുന്ന ശ്രമങ്ങളെല്ലാം വളരെ സറ്റേറിക്കലായിട്ടും അതേസമയം കോമിക്കലായിട്ടും പറഞ്ഞേക്കുന്ന ഒരു മൂവിയാണ് ചിന്താവിഷ്ടയായ ശ്യാമള. അത് എന്നും എൻ്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് മൂവി തന്നെയാണ്. കാരണം അത് പേഴ്സണലായിട്ടും എനിക്കത് വളരെ കണക്റ്റ് ആവും. കാരണം അച്ഛനും അമ്മയായിട്ട് വളരെ കുറച്ച് സിനിമകൾ മാത്രമേ തിയേറ്ററിൽ പോയി കണ്ടിട്ടുള്ളൂ. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെടുമ്പോൾ അങ്ങനത്തെ ഉള്ള ഒരു ഓർമ്മ ആ സിനിമ. അതുപോലെ തന്നെ അതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഫിലോസഫിക്കലായിട്ടുള്ള കാര്യങ്ങൾ ഇന്നിപ്പോൾ കല്യാണം കഴിച്ച് ജീവിക്കുന്ന പല ആൾക്കാർക്കും അത് തോന്നുന്നുണ്ടായിരിക്കും, ഞാൻ ഇത്രയും ബർഡൻ എടുത്ത് ഇത്രയും ടെൻഷൻ എടുത്ത് എനിക്ക് ജീവിക്കാൻ പറ്റുമോ എന്നൊക്കെ. പലർക്കും ശ്രീനിവാസനെ പോലെ ഒരു എസ്കേപ്പിസം ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും അത് പലർക്കും പറ്റില്ല. കാരണം അങ്ങനത്തെ എസ്കേപ്പിസം ചെയ്യുന്നത് അത് നിരർത്ഥകമാണെന്നാണ് അദ്ദേഹം ആ സിനിമയിലൂടെ കാണിച്ചത്. പക്ഷേ കുമാരനാശാൻ്റെ കവിതയ്ക്കകത്ത് സീത അവസാനം തൻ്റെ മാതാവായ ഭൂമി ദേവിയിൽ തന്നെ വിലയം പ്രാപിക്കുമ്പോൾ തിരിച്ച് ശ്രീരാമൻ്റെ അടുത്ത് പോകുന്നതായിട്ടല്ല, അതൊരു വിലാപം പോലെ അല്ലെന്നുണ്ടെങ്കിൽ ഒരു ആൻറ്റി ക്ലൈമാക്സ് ആണ് ആ കവിതയ്ക്കുണ്ടെങ്കിൽ. പക്ഷേ ശ്രീനിവാസൻ്റെ സിനിമകളിൽ എപ്പോഴും ഏറ്റവും നമ്മൾ എടുത്തു പറയേണ്ട വളരെ ഓപ്റ്റിമിസ്റ്റിക് ആയിട്ടുള്ള നമുക്കൊരു ഹോപ്പ് തന്നുകൊണ്ടാണ് എല്ലാ ശ്രീനിവാസൻ സിനിമകളും അവസാനിക്കുന്നത്. കാരണം ശ്രീനിവാസൻ്റെ ഒരു സിനിമയിലും ആൻറ്റി ക്ലൈമാക്സ് ഇല്ല. അത് ശ്രീനിവാസൻ ഏത് കഥാകൃത്തിൻ്റെ കൂടെ അദ്ദേഹം ഏത് സംവിധായകൻ്റെ കൂടെ എഴുതിയാലും അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള സിനിമയാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ശ്രീനിവാസനും പ്രിയദർശനുമായിട്ട് ചേർന്ന് എഴുതിയിട്ടുള്ള സിനിമകളിലെല്ലാം ഓൾമോസ്റ്റ് എല്ലാ സിനിമകളും ഒരു ഹാപ്പി എൻഡിങ് എന്നുള്ള രീതിയിലാണ്. പക്ഷേ പ്രിയദർശൻ മാത്രമായിട്ട് കഥ എഴുതുകയാണെന്നുണ്ടെങ്കിൽ അതിനൊരു സാഡ് എൻഡിങ് ആണ്. നമുക്കറിയാം ചിത്രം, വന്ദനം പോലുള്ള മികച്ച സിനിമകൾ, പക്ഷേ നമുക്കത് കണ്ടു തീർക്കുമ്പോഴത്തേക്ക് മനസ്സിലൊരു വിങ്ങിലാണ്. പക്ഷേ ശ്രീനിവാസൻ്റെ സിനിമകൾക്കൊന്നും ആ ഒരു പ്രോബ്ലം ഇല്ല. കാരണം ശ്രീനിവാസൻ എപ്പോഴും പറയുന്നത് നമ്മുടെ സ്ട്രഗിളിനിടയിലും നമ്മളൊരു ഹാപ്പിനെസ് കണ്ടെത്തി അത് ഒരു പര്യാവസായ രീതിയിൽ അത് അവസാനിക്കുക എന്നുള്ളതാണ്. ഇത് ട്രാജഡി പുള്ളിയുടെ സിനിമകളിൽ അങ്ങനെ എടുത്ത് പറയുന്നില്ല. അപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ സിനിമയുടെ മാത്രം ഒരു പ്രത്യേകത. അതുകൊണ്ടാണ് ശ്രീനിവാസൻ്റെ സിനിമകൾ നമുക്ക് ഒരു റേ ഓഫ് ഹോപ്പ് എപ്പോഴും തരുന്നത്. ഇപ്പോൾ നാടോടിക്കാറ്റായാലും രണ്ട് ചെറുപ്പക്കാർ ജോലിയില്ലാത്തവർ അവരുടെ കഷ്ടപ്പാടും ബുദ്ധിമുട്ടും അതിനുശേഷം അവർക്കൊരു കുറേ അഡ്വഞ്ചറിലൂടെ അവർ ജോലി നേടിയെടുക്കുന്നതും പിന്നീട് അവർ CID ആവുന്നതും അതിനുശേഷം ആ CID പണിക്കകത്ത് ചക്ക വീണു മുയൽ ചെത്തുന്നല്ല, ഞങ്ങൾ ശരിക്കും CID കളാണെന്ന് കാണിക്കാൻ വേണ്ടി അവർ കഷ്ടപ്പെടുന്നതും പിന്നീട് അക്കരെ പ്രിയദർശനമായിട്ട് ചെയ്തപ്പോൾ പോലും അത് പൂർണ്ണമായിട്ടും ഒരു ശ്രീനിവാസൻ സിനിമ തന്നെ ആയിരുന്നു എന്നുള്ളതാണ് ആ സിനിമയുടെ എഴുത്തിൻ്റെ പ്രത്യേകത. അതിനകത്ത് നമ്മൾ ഇന്ന് വളരെയധികം റെട്രോസ്പെക്റ്റീവായിട്ട് ചിന്തിക്കുമ്പോഴത്തേക്ക് ആ സിനിമയിൽ അന്ന് പറഞ്ഞിരിക്കുന്ന കമൻട്രി വളരെ ഇൻഡെപ്താണ്. കാരണം നമ്മൾ എക്സ്പാറ്റായിട്ട് നമ്മൾ വിദേശ രാജ്യങ്ങളിൽ, ഇപ്പോൾ അമേരിക്ക, കാനഡ, യൂറോപ്പ് പോലുള്ള സ്ഥലങ്ങളിലൊക്കെ പോയി പല മലയാളി വിദ്യാർത്ഥികളും ആൾക്കാരും കുട്ടികളും എല്ലാം ഇന്ന് താമസിക്കുന്നുണ്ട്. അതേ ആ ഒരു ജനത നേരിടുന്ന ഒരു ബുദ്ധിമുട്ടിന് മണിപിള്ള രാജുവിൻ്റെയും മുകേഷിൻ്റെയും ജീവിതത്തിനകത്തൂടെ വളരെ കൃത്യമായിട്ട് റെസ്റ്റോറൻറ്റിൽ പണിക്ക് പോകുന്നതും അവിടെയുള്ള ആ ഒരു കഷ്ടപ്പാടുകളും കാറും ജീവിതവും പിന്നെ സോമൻ്റെ ഐക്കോണിക് ഡയലോഗ് എവിടുന്ന് വരുന്നടാ ഇവനൊക്കെ എന്നൊക്കെ ഉള്ള ആ ഡയലോഗുകളൊക്കെ വളരെ പ്രശസ്തമാണ്. അത് നമുക്ക് ഈ വളരെ ഒരു സമൂഹത്തിന് നേരെ പിടിച്ച ഒരു കണ്ണാടി പോലെ നമുക്കത് കാണാൻ പറ്റും. കാരണം ഇന്നിപ്പം എത്രയോ വർഷങ്ങൾക്ക് ശേഷം 1989 ഇറങ്ങിയ സിനിമയാണെന്ന് എനിക്ക് തോന്നുന്നത്. അതിനുശേഷം എത്രയോ വർഷങ്ങൾക്ക് ശേഷവും അതിനകത്ത് പറയുന്ന അതേ അവസ്ഥയിൽ തന്നെയാണ് മലയാളി ഇന്നു എന്നുള്ളത് ശ്രീനിവാസൻ്റെ ആ ഒരു ദീർഘവീക്ഷണം തന്നെയാണ്. പിന്നീട് അദ്ദേഹം അവസാനമായിട്ട് തിരക്കഥ രചിച്ച ഞാൻ പ്രകാശൻ എന്നുള്ള സിനിമയും എനിക്കൊരു ഫേവറേറ്റ് സിനിമയാണ്. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഇന്നിപ്പോൾ കേരള സൊസൈറ്റിയിൽ നടക്കുന്ന ഒരു എസ്കേപ്പിസം, അതായത് സൊസൈറ്റിയിൽ നിന്ന് എസ്കേപ്പ് ചെയ്യാം. മറ്റേത് സിനിമ ചിന്താവിഷ്ടയ ശ്യാമള കുടുംബ ബന്ധങ്ങളിൽ നിന്ന് എസ്കേപ്പ് ചെയ്യാനാണെങ്കിൽ ഞാൻ പ്രകാശൻ ചർച്ച ചെയ്യുന്നത് വിഷയം എന്ന് വെച്ചാൽ അത് സൊസൈറ്റിയിൽ നിന്ന് എങ്ങനെ എസ്കേപ്പ് ചെയ്യാം. അതിനകത്ത് മെയിൽ നേഴ്സായിട്ടുള്ള പ്രകാശന് മെയിൽ നേഴ്സ് ജോലി ചെയ്യാൻ താല്പര്യമില്ല. കാരണം കേരളത്തിൽ വേജ് കറക്റ്റായിട്ട് അവർക്ക് കൊടുക്കത്തില്ല. അതുപോലെ തന്നെ ഒരു സോഷ്യൽ സിറ്റുവേഷനിൽ നമുക്കൊരു ജോബ് അപ്രീസിയേഷൻ ഇല്ല. ഒരു താങ്ക്ലെസ് ജോബാണ് നേഴ്സിംഗ് എന്നുള്ളതൊക്കെ ഉള്ള ഒരു പ്രകാശിൻ്റെ ഒരു കോംപ്ലക്സിൻ്റെ പുറത്താണ് ആ സിനിമ കെട്ടിപ്പടുക്കുന്നതും. പിന്നെ അതിനുശേഷം അതൊരു ശുഭപര്യാസ രീതിയിൽ അതിന് പ്രകാശിന് പോസിറ്റീവായിട്ടുള്ളൊരു ചേഞ്ച് ആ ഒരു പെൺകുട്ടി ജീവിതത്തിൽ കൊണ്ടുവരുന്നതും ഒക്കെയാണ് കാണിക്കുന്നത്. അതായത് ഏതൊരു ആവറേജ് മലയാളി ചെറുപ്പക്കാരൻ്റെ മുഖത്തിന് നേരെ പിടിച്ച ഒരു കണ്ണാടിയാണ്
പ്രകാശൻ. എല്ലാ മലയാളി ചെറുപ്പക്കാരുടെ ഉള്ളിൽ ഒരു പ്രകാശനുണ്ട്. ആ പ്രകാശന് ചില ആൾക്കാർക്ക് വിദേശത്ത് പോകാൻ പറ്റുന്നുണ്ട്, ചില ആൾക്കാർക്ക് എങ്ങും പോകാൻ പറ്റുന്നില്ല, ചിലർക്ക് സാമ്പത്തിക പരിമിതികളായിരിക്കും, ചിലർ അതിനകത്ത് പറയുന്ന പോലെ തന്നെ ഒരു നേഴ്സിനെ കല്യാണം കഴിച്ച് വിദേശത്ത് പോയി സെറ്റിൽ ആവണം എന്നൊക്കെ ഉള്ള ആഗ്രഹത്തിലിരിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. അതിൻ്റെ ആ ഒരു സ്വപ്നത്തിൻ്റെയും ആ ഒരു റിയാലിറ്റിയുടെയും അതുപോലെ തന്നെ അവിടുന്ന് ആൾക്കാർ വിദേശത്ത് പോയി കഴിയുമ്പോൾ അവരുടെ ബന്ധങ്ങളിലും റിലേഷൻഷിപ്പിലും ഉണ്ടാകുന്ന ഡൈനാമിക്സ് വ്യത്യാസമൊക്കെയാണ് വളരെ സബ്റ്റിലായിട്ടുള്ള രീതിയിലും അതുപോലെ തന്നെ സോഷ്യൽ കമൻട്രി ആയിട്ടും അദ്ദേഹം പറഞ്ഞു പോയിട്ടുള്ളത്. അപ്പോൾ അങ്ങനത്തെ ഉള്ള സിനിമകളിലൂടെ നമ്മുടെ വിദേശത്ത് പോയി ജീവിക്കുന്ന, അത് യൂറോപ്പ്, അമേരിക്ക പോലുള്ള സ്ഥലങ്ങളിലെ ആൾക്കാരുടെ ജീവിതത്തെപ്പറ്റി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം, വരവേൽപ്പ് എന്ന സിനിമ അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ സ്വന്തം കഥ തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ അച്ഛൻ ഒരു ബസ് ഉണ്ടായിരുന്നു, അത് പിന്നീട് പാർട്ടി പ്രവർത്തകരും അങ്ങനത്തുള്ള പ്രശ്നങ്ങളും യൂണിയൻ പ്രശ്നങ്ങളും കാരണം ആ ബസ് തകർക്കപ്പെടുകയും അദ്ദേഹത്തിൻ്റെ സ്വന്തം വീട് നഷ്ടപ്പെടുകയും അദ്ദേഹം അമ്മ വീട്ടിൽ പോയി താമസിച്ച കാര്യങ്ങളെല്ലാം നമുക്കറിയാവുന്നതാണ്. അദ്ദേഹം തന്നെ കൈരളി ചാനലിൽ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഗൾഫിൽ നിന്ന് വന്ന മലയാളിയുടെ പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ വിദേശത്ത് പോയ മലയാളിയുടെ പ്രശ്നങ്ങൾ, ഇനി കേരളത്തിനകത്ത് നിൽക്കുന്ന മലയാളികളായാൽ തന്നെ അവരുടെ പ്രശ്നങ്ങൾ, ഉദാഹരണത്തിന് നമ്മളിപ്പം ബാംഗ്ലൂർ പോലുള്ള സിറ്റികളിലേക്ക് അല്ലെങ്കിൽ പോയി താമസിക്കുന്ന മലയാളികളുടെ പ്രശ്നങ്ങൾ അതിൽ പറഞ്ഞിട്ടുണ്ട്. യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് എന്നുള്ള സിനിമ വളരെ ഒരു അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള ഒരു ശ്രീനിവാസിൻ്റെ റൈറ്റിംഗ് ആണ് യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക്. അതിനകത്ത് ഒരു ചെറുപ്പക്കാരനും ഒരു ചെറുപ്പക്കാരി ഒറ്റയ്ക്ക് നല്ല മദ്രാസോ അല്ലെങ്കിൽ ബാംഗ്ലൂരോ പോയൊക്കെ ഒരു വീട് കിട്ടാൻ പ്രയാസമായിരുന്നു ഒരു 10-15 വർഷങ്ങൾക്ക് മുന്നേ. ഇന്നും സ്ഥിതിഗതികൾ ഒത്തിരി മാറിയിട്ടുണ്ട്, പക്ഷേ ഒരു 15 വർഷം മുന്നേ ഒക്കെ വളരെ പാടായിരുന്നു. ബാച്ചിലേഴ്സിന് വീട് കിട്ടത്തില്ല, അല്ലെങ്കിൽ ഒരു സ്ത്രീകൾ ഒറ്റയ്ക്കാണെന്നുണ്ടെങ്കിൽ വീട് തരത്തില്ല. കാരണം അത് എസ്പെഷ്യലി മദ്രാസ് പോലുള്ള സ്ഥലങ്ങളിൽ അവിടെ നമ്മൾ വീടെടുക്കാൻ പോകുകയെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫാമിലി ആണെങ്കിൽ വീട് തരാം, ബാച്ചിലേഴ്സ് ആണെങ്കിൽ വീട് തരത്തില്ല. അങ്ങനത്തുള്ള ഒരു സമയത്ത് 2 പേര് ചേർന്നിട്ട് അവർ കോഹാബിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് അവർ ലിവിങ് ഇൻ റിലേഷൻഷിപ്പ് പോലെ ജീവിക്കുകയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് അതിനെ തുടർന്ന് നാട്ടിലറിയുകയും പിന്നെ അതൊരു സോഷ്യൽ സ്റ്റിഗ്മയാവുകയും ഒരു ഫോഴ്സ്ഡ് മാരേജിലോട്ട് വരികയും പിന്നീടുള്ള ഡൈനാമിക്സുമാണ് ആ സിനിമ ചർച്ച ചെയ്യുന്നത്. അതിനകത്ത് വുമൺ ഏജൻസി എന്ന് പറഞ്ഞ ഒരു സാധനത്തെ അദ്ദേഹം വളരെ ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഓൾമോസ്റ്റ് എല്ലാ സിനിമയിലും വളരെ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള വുമണാണ് അദ്ദേഹം എഴുതിയിട്ടുള്ളത്. അത് ചിന്താവിഷ്ടയായ ശ്യാമളയാണെങ്കിലും ശരി, യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് എന്നുള്ള സിനിമയിൽ സംഗീത അവതരിപ്പിച്ച കഥാപാത്രത്തിലെ ആണെങ്കിലും, ഞാൻ പ്രകാശനാണെങ്കിലും, അദ്ദേഹം എഴുതിയിട്ടുള്ള എല്ലാ സിനിമയിലും അദ്ദേഹം സ്ത്രീകളെ വളരെ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള സ്വന്തമായിട്ട് ഒരു സ്റ്റാൻഡ് എടുക്കാൻ പറ്റുന്ന അത് നായകൻ്റെ ഒരു പ്രണയ ഇതിനു വേണ്ടിയിട്ട് ആംഗിൾ ഉണ്ടെങ്കിൽ പോലും ആ സ്ത്രീക്കൊരു ഇൻഡിവിജ്വാലിറ്റി കൊടുക്കാൻ അദ്ദേഹം കാണിച്ചിട്ടിരിക്കുന്ന ഒരു ധൈര്യവും അദ്ദേഹത്തിൻ്റെ ആ ഒരു വിഷനും വേറെ ആരും കാണിച്ചിട്ടില്ല. കാരണം അദ്ദേഹത്തിൻ്റെ സമകാലീനരായിട്ടുള്ള പല സംവിധായകരെയും പല എഴുത്തുകാരെയും എടുത്തു കഴിഞ്ഞാൽ അവരൊക്കെ, ഇപ്പോൾ ഉദാഹരണത്തിന് KG ജോർജ് അല്ലെന്നുണ്ടെങ്കിൽ പത്മരാജൻ, ഭരതൻ തുടങ്ങിയ ആൾക്കാർ, അവരുടെയൊക്കെ സിനിമകൾ നമ്മളെടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ അത് ഹ്യൂമൻ കണക്ഷൻസ്, ഹ്യൂമൻ ഫിസിക്കൽ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ അങ്ങനത്തുള്ള പല തത്വങ്ങളാണ് അവർ കൈകാര്യം ചെയ്യുന്നത്. ഉദാഹരണത്തിന് പത്മരാജൻ, ഭരതൻ, തകര, രതിനിർവേദം തുടങ്ങിയ സിനിമകളിലൊക്കെ കൂടെ പലതരത്തിലുള്ള സോഷ്യൽ ടാബുവിനെയും പൊളിച്ചെടുക്കുന്ന രീതിയിലാണ് അവർ നോക്കുന്നത്. സൊസൈറ്റിയിൽ ആൻഡ് റിലേഷൻഷിപ്പാണ് അദ്ദേഹം നോക്കുന്നുണ്ടെങ്കിൽ ശ്രീനിവാസൻ്റെ സിനിമകളിൽ അദ്ദേഹം ചർച്ച ചെയ്യുന്നത് സർവൈവൽ, എക്കണോമിക്സ്, സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ കമൻട്രിയാണ്. അതൊരു വേറൊരു റാങ്കിലാണ്. പിന്നെ അതുമാത്രമല്ല, ഭരതൻ, പത്മരാജൻ, KG ജോർജ് സിനിമകളൊക്കെ ഒരു ആൻറ്റി ക്ലൈമാക്സ് ആയിരുന്നു. ഒട്ടുമിക്ക എല്ലാ സിനിമയിലും ഓപ്റ്റിമിസ്റ്റിക് ആയിരുന്നില്ല സിനിമകളൊന്നും. പക്ഷേ അങ്ങനത്തുള്ള ഒരു സാഹചര്യത്തിൽ, അതായത് നമ്മൾ സമാന്തര സിനിമ അല്ലെങ്കിൽ മധ്യ സിനിമ, മിഡിൽ സിനിമ എന്ന് പറഞ്ഞ സിനിമ ജീവിതത്തിന് നേരെ പിടിച്ച കണ്ണാടിയാക്കി കാണിക്കുമ്പോഴത്തേക്ക് ഇത് സൊസൈറ്റിക്ക് നേരെ പിടിച്ച കണ്ണാടി എന്നുള്ള രീതിയിലാണ് ശ്രീനിവാസൻ്റെ സിനിമകൾ അദ്ദേഹം മുന്നോട്ട് വെച്ചത്. അതുപോലെ തന്നെ സന്ദേശം നമ്മളെല്ലാവരും ഒത്തിരി ചർച്ച ചെയ്തതാണ്. പോളണ്ടിനെ പറ്റി ഒരു അക്ഷരം മിണ്ടരുത് എന്ന് അദ്ദേഹം പറഞ്ഞു വെച്ചത്. അതിൻ്റെ കാരണം എന്താണ്, പിന്നെ പോളണ്ടിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ പല സഖാക്കന്മാർക്കും, മിക്ക സഖാക്കന്മാർക്കും അതിനെപ്പറ്റി അറിയത്തില്ല, എന്താണ് പോളണ്ടിൽ സംഭവിച്ചതെന്നുള്ളത് ആർക്കും അറിയത്തില്ല. പിന്നെ അറിയാവുന്ന സഖാക്കന്മാർ മിണ്ടത്തില്ല. പോളണ്ട് ഒരു യൂറോപ്പിൽ തന്നെ ഒരു വലിയ രാജ്യമായിരുന്നു. പിന്നീട് സോവിയറ്റ് യൂണിയൻ ചേരിയിലോട്ട് പോകുന്ന സമയത്തായപ്പോഴത്തേക്ക് അവിടെയുള്ള വിശ്വാസികൾ അങ്ങനത്തുള്ള സംഭവങ്ങളെല്ലാം കമ്മ്യൂണിസ്റ്റ് ഭരണം വന്നപ്പോഴത്തേക്ക് അവിടെ എല്ലാം അടിച്ചമർത്തി. പിന്നീട് ബ്രഷ്നേവിൻ്റെ കാലം കഴിഞ്ഞു, ഗോർബച്ചേവ് അധികാരത്തിൽ വന്ന സമയത്ത് അവിടെ കുറച്ച് മാറ്റങ്ങളൊക്കെ കൊണ്ടുവരാൻ അദ്ദേഹം നിർബന്ധിതരായി. അതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പോപ്പ് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയായ സമയത്ത് അത് പോളണ്ടിൽ നിന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ജന്മസ്ഥലം. പോളണ്ടിൽ അദ്ദേഹം വിസിറ്റ് ചെയ്യുകയും അവിടെയുള്ള ആൾക്കാർക്ക് ഒരു പ്രത്യാശ കൊടുക്കുകയും മതവിശ്വാസികൾക്ക് ഒരു പ്രത്യാശ കൊടുക്കുകയും അതിനെ തുടർന്ന് അവിടെ ഒരു സോളിഡാരിറ്റി മൂവ്മെൻറ്റ് 1980കളുടെ തുടക്കത്തിൽ ഉണ്ടാവുകയും ചെയ്തു. അത് പിന്നീട് പോളണ്ടിൽ തന്നെ ഏറ്റവും വലിയ നോൺ കമ്മ്യൂണിസ്റ്റ് പൊളിറ്റിക്കൽ മൂവ്മെൻറ്റായി മാറി. അതിന് വളരെയധികം സംഭാവനകൾ അവിടുത്തെ കോമൺ ജനങ്ങൾ ചെയ്തു. പിന്നീട്
വലിയ രീതിയിലുള്ള വെസ്റ്റിൻ്റെയും ചർച്ചിൻ്റെയും കത്തോലിക് ചർച്ചിൻ്റെയും പിന്തുണയുണ്ടായിരുന്നു. അങ്ങനെ ഒരു 1 മില്യൺ ആൾക്കാരോളം അതിൽ ജോയിൻ ചെയ്തു. ആ പാർട്ടി വലിയ രീതിയിൽ വന്നപ്പോഴത്തേക്ക് അതിനെ അടിച്ചമർത്താൻ വേണ്ടി കമ്മ്യൂണിസ്റ്റ് ഭരണകൂടം കുറേ കാര്യങ്ങൾ ചെയ്തു. അവർ സ്ട്രൈക്കിൽ പോയി. പോളണ്ട് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടില്ല. അങ്ങനെ 1989 ആയപ്പോഴത്തേക്ക് അന്നത്തെ റഷ്യൻ ഭരണകൂടം പോളണ്ടുമായിട്ടൊരു ഈ സോളിഡാരിറ്റി മൂവ്മെൻറ്റുമായിട്ടൊരു സന്ധിയിൽ വന്നു. ആ സന്ധിയെ തുടർന്ന് അവിടെ ഒരു ഇലക്ഷൻ നടക്കുകയും 100-ൽ 99 സീറ്റും നേടി സോളിഡാരിറ്റി മൂവ്മെൻറ്റ് പോളണ്ടിൽ അധികാരത്തിൽ വരികയും ചെയ്തു. അങ്ങനെ യൂറോപ്പിൽ ഈസ്റ്റേൺ യൂറോപ്പ് അല്ലെങ്കിൽ സോവിയറ്റ് റഷ്യൻ ചേരിയിലുള്ള ഈസ്റ്റേൺ യൂറോപ്പിൽ ആദ്യമായിട്ടൊരു നോൺ കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് അധികാരത്തിൽ വരുന്നത് അതാണ്. അതൊരു നാഴികക്കല്ലാണ് പോളണ്ട്. അപ്പം നമ്മുടെ കേരളത്തിൽ ഇതനുസരിച്ചിട്ട് ലോകത്തിൽ ആദ്യമായിട്ട് ബാലറ്റ് പേപ്പറിലൂടെ അധികാരത്തിൽ വന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിലാണെന്നുണ്ടെങ്കിൽ ഈസ്റ്റേൺ യൂറോപ്പിൽ ബാലറ്റ് പേപ്പറിൽ കൂടെ അധികാരത്തിൽ നിന്ന് പുറത്തു പോകുന്ന പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിട്ട് മാറുന്ന 1989 കണ്ടു. അതിനുശേഷം ബെർലിൻ വാൾ തകരുന്നതും പിന്നീട് 91 സോവിയറ്റ് യൂണിയൻ നിശേഷം തകരുകയും ചെയ്യുന്ന ആ സാഹചര്യത്തിലാണ് അത്രയും മാത്രമായിട്ടുള്ള സന്ദേശം എന്ന് പറഞ്ഞൊരു സിനിമ അദ്ദേഹം എഴുതുന്നതും ഈ കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങൾ കാലഹരണപ്പെട്ടതാണെന്നും അദ്ദേഹം ആ സിനിമയിലൂടെ അതിനകത്ത് പൊളിറ്റിക്കലായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് വോയിസുകളും പൊളിറ്റിക്കലായിട്ട് അവർ ചെയ്യുന്ന ആക്ഷൻസും പിന്നീട് അവർക്ക് തന്നെ കോൺട്രഡിക്ഷൻ ആവുന്ന രീതിയിലാണ് വളരെ സെറ്റീറിക്കലായിട്ട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ആ ഒരു സിനിമ എഴുതിയപ്പോഴുള്ള അദ്ദേഹം ഒരു അരാഷ്ട്രീയവാദിയാണെന്നും കമ്മ്യൂണിസത്തിനെതിരാണെന്നും പൊതുജനങ്ങൾക്കെതിരാണെന്നും ഒക്കെ ഉള്ള നറേഷൻ കൊണ്ടുവരാൻ ശ്രമിച്ചെങ്കിലും കേരളത്തിലെ ജനങ്ങൾ അതെല്ലാം പിന്തള്ളി അദ്ദേഹത്തെ നെഞ്ചോട് ചേർക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. എനിക്ക് പ്രിയപ്പെട്ട അല്ലെങ്കിൽ എനിക്ക് പറയാൻ തോന്നിയ ചില കാര്യങ്ങൾ മാത്രമേ ഞാനിവിടെ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. ഈ ശ്രീനിവാസനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ മണിക്കൂറുകളോളം സംസാരിക്കാനുള്ള കാര്യങ്ങൾ ഉണ്ട്. ഞാനൊരു പേപ്പർ എടുത്ത് കുറച്ചൊക്കെ എഴുതി വെക്കണം വിചാരിച്ച ഒരു 3-4 പേപ്പർ എഴുതിയപ്പോഴത്തേക്കും എനിക്ക് വയ്യാതായി. അതുകൊണ്ട് പിന്നെ എനിക്ക് കൃത്യമായിട്ട് എൻ്റെ ഓർമ്മയിൽ നിൽക്കുന്ന അല്ലെങ്കിൽ എനിക്ക് മറക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് പറഞ്ഞത്. അല്ല, ജനറിക്കായിട്ട് ആൾക്കാർ പറയുന്നത് അവരുടെ താല്പര്യമാണ്. പക്ഷേ ഇത് എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ട് എനിക്ക് ഏറ്റവും താല്പര്യം തോന്നിയ സിനിമകളെ പറ്റിയാണ്. പിന്നെ അദ്ദേഹം തന്നെ അഭിനയിച്ച കഥാപാത്രങ്ങൾ നമ്മൾ പറയേണ്ട കാര്യമില്ല. അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രത്യേക രൂപത്തിലുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു ഹൈറ്റും അല്ലെങ്കിൽ ആ സ്കിൻ കോംപ്ലക്ഷനും ഒക്കെ വെച്ച് അന്നത്തെ കാലത്ത് അദ്ദേഹം ഒരു ഡാർക്ക് ഹ്യൂമർ ഉണ്ടാക്കിയെടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. സ്വയം വിമർശനത്തിലൂടെ അദ്ദേഹം സൊസൈറ്റി വിമർശിക്കുകയാണ്. അതായത് അദ്ദേഹത്തിൻ്റെ കോമഡികളൊന്നും ആരെയും ഇൻസൾട്ട് ചെയ്യാത്ത വളരെ അധികം പൊളിറ്റിക്കലി കറക്റ്റായിട്ടുള്ള കോമഡികളായിരുന്നു അദ്ദേഹം ചെയ്തത്. അദ്ദേഹം കറുത്തവൻ ഉയരം കുറഞ്ഞവനും വേറൊരാളെ വിളിക്കുന്നതിന് പകരം സ്വന്തമായിട്ട് തന്നെ അദ്ദേഹം സ്വയം വിമർശിച്ച് അദ്ദേഹം മറ്റുള്ളവർക്ക് കലാകാരന്മാർക്ക് ഒരു ബെഞ്ച് മാർക്ക് ആണ് ഉണ്ടാക്കിയത്. അതേ സമയം വരെ ബാക്കിയുള്ള ആൾക്കാർ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിലും സഹതാരങ്ങളെ അങ്ങനെ കുള്ളൻ അല്ലെങ്കിൽ ചട്ടുകാലൻ പൊട്ടൻ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അധിക്ഷേപിക്കുന്ന സമയത്ത് അദ്ദേഹം സ്വയം വിമർശനത്തിലൂടെ ഒരു പുതിയ ബെഞ്ച് മാർക്ക് മലയാളത്തിൽ സെറ്റ് ചെയ്തു. അതുപോലെ തന്നെ ഈ സറ്റയർ കോമഡി അല്ലെങ്കിൽ ഈ ഡാർക്ക് ഹ്യൂമർ തുടങ്ങിയ ഒരു ജോൺറയിൽ അദ്ദേഹം കൊണ്ടുവന്ന സിനിമകൾ വളരെ എവിഡൻ്റ് ആയിരുന്നു. കാരണം കോമഡിക്ക് വേണ്ടി അദ്ദേഹം ഒരു കോമഡി എഴുതിയിട്ടില്ല. സ്ലാപ്സ്റ്റിക് കോമഡികൾ പ്രിയദർശനുമായിട്ട് ചേർന്ന് അദ്ദേഹം എഴുതിയിട്ടുണ്ട്. നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ട്. മഴ പെയ്യുന്നു, വദ്ദളം കൊട്ടുന്നു, മൈ ഡിയർ റോങ് നമ്പർ പോലുള്ള സിനിമകൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അത് സ്ലാപ്സ്റ്റിക് കോമഡി അന്നത്തെ കാലത്ത് പ്രിയദർശന് വേണ്ടി അദ്ദേഹം എഴുതിയ കോമഡികൾ. എന്നിരുന്നാൽ പോലും അതിനകത്തെല്ലാം ഒരു ഇമോഷണൽ ഡെപ്തും അല്ലെങ്കിൽ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു വൈബും അദ്ദേഹത്തിന് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ തന്നെ ഒരു സിഗ്നേച്ചർ അദ്ദേഹം കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നീട് വന്ന ടി.പി. ബാലഗോപാലൻ എം.എ. പോലുള്ള സിനിമകൾ ഒരു തൊഴിലില്ലാത്ത ഒരു ചെറുപ്പക്കാരൻ്റെ അല്ലെങ്കിൽ ഒരു എങ്ങനെ ഇതിൽ മുന്നോട്ട് പോകും, ഒരു സൊസൈറ്റിയിൽ ഒരു മെയിൽ എങ്ങനെ പെരുമാറണം, സൊസൈറ്റി ഒരു മെയിലിൻ്റെ പുറത്ത് എന്തൊക്കെ ബർഡനാണ് വെച്ചു കൊടുത്തേക്കുന്നത് എന്നുള്ളത് വളരെ വൃത്തിയായിട്ടും സറ്റേറിക്കലായിട്ടും അദ്ദേഹം പറയുന്നുണ്ട്. എല്ലാ ഉത്തരവാദിത്വങ്ങളും ആണുങ്ങൾക്കാണ്, മറ്റുള്ള ഒരു ഉത്തരവാദിത്വവും ആണുങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒഴിഞ്ഞു മാറാൻ പറ്റാത്ത ഒരു സൊസൈറ്റിയാണ് കേരളത്തിൽ. അപ്പോൾ അങ്ങനത്തെ ഉള്ള സൊസൈറ്റിക്ക് നേരെ അദ്ദേഹം വളരെ നല്ല രീതിയിൽ വിമർശനത്തോടു കൂടിയാണ് അദ്ദേഹം അത് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം ആ ഒരു ആസ്പെക്റ്റ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ശ്രീനിവാസനെ നമുക്ക് മലയാള സിനിമയുടെ ആധുനിക മലയാള സിനിമയുടെ പിതാവെന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റും. കാരണം മറ്റുള്ള സിനിമ ആൾക്കാരെ ഒന്നും ഞാൻ കുറച്ച് കാണുകയില്ല. പക്ഷേ എൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ അദ്ദേഹമാണ് ഏറ്റവും നല്ല ഓപ്റ്റിമിസ്റ്റിക് ആയിട്ടുള്ള, നമുക്ക് പ്രത്യാശ തരുന്ന, ഒരു സൊസൈറ്റിക്ക് പ്രത്യാശയില്ലെങ്കിൽ മുന്നോട്ട് പോകാൻ പറ്റില്ല. ഹ്യൂമൻ ലൈഫ് തന്നെ ഹോപ്പിൽ ബേസ്ഡ് ആണ് നമ്മളെല്ലാം ജീവിക്കുന്നത്. ഹോപ്പില്ലെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെ പ്രത്യാശ സിനിമയുടെ വക്താവ് തന്നെയായിരുന്നു ശ്രീനിവാസൻ. അദ്ദേഹത്തിൻ്റെ ഒരു സിനിമയിലും അദ്ദേഹം നെഗറ്റീവായിട്ടുള്ള ഒരു പോർട്രയലും ഒന്നിനെ പറ്റിയും അദ്ദേഹം നടത്തിയിട്ടില്ല. വളരെ സറ്റേറിക്കലായിട്ട് എന്തെങ്കിലും നെഗറ്റീവ് സാധനങ്ങൾ പോലും അദ്ദേഹം സറ്റേറിക്കൽ ഹ്യൂമർ സെൻസിൽ ചേർത്ത് അദ്ദേഹം വിമർശിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് വെച്ച് നോക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ സിനിമകളൊക്കെ വളരെ ലൈറ്റ് ഹാർട്ടഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് സാധാരണ ജനങ്ങളുമായിട്ട് വളരെ അടുത്ത് അദ്ദേഹത്തിന് ഇടപഴകാൻ പറ്റിയ
അപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ സിനിമകളെ പറ്റി പറഞ്ഞു പോകുമ്പോൾ നമുക്ക് ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്തൊരു സിനിമയാണ് വടക്കു നോക്കി യന്ത്രം. അതുപോലെ തന്നെ ദാമ്പത്യ ജീവിതത്തിൽ ഉണ്ടാകുന്ന സംശയങ്ങളും അതിനെ തുടർന്നുണ്ടാകുന്ന കല്ലുകടിയും, ആ സിനിമയുടെ പേര് തന്നെ വളരെ ബുദ്ധിപരമായിട്ട് അദ്ദേഹം ഇട്ടത്. കാരണം ലാസ്റ്റ് ആ സിനിമയിൽ അദ്ദേഹത്തെ ചികിത്സിച്ചിട്ട് തിരിച്ചു കൊണ്ടുവരുമ്പോഴും ഇവിടെ ഒരു സൗണ്ട് കേൾക്കുമ്പോൾ കൊണ്ട് ടോർച്ച് അടിച്ച് നോക്കുമ്പോൾ വീണ്ടും ഇനി എത്ര ചികിത്സിച്ച് കഴിഞ്ഞാലും വടക്ക് നോക്കി യന്ത്രം വടക്കോട്ട് തന്നെ നോക്കിയിരിക്കും എന്നുള്ള ആ ഒരു ഹ്യൂമൻ മൈൻഡ് സെറ്റിനെ അദ്ദേഹം സറ്റേറിക്കലായിട്ട് ആ സിനിമയിൽ പറഞ്ഞു വെക്കുന്നത്. അദ്ദേഹം ചെയ്ത കഥാപാത്രങ്ങൾക്ക് അദ്ദേഹത്തിനല്ലാതെ വേറൊരാൾക്കും പകരം വയ്ക്കാൻ പോലും പറ്റാത്ത റോളുകളാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് അറബിക്കഥ പോലുള്ള ഒരു സിനിമയ്ക്കകത്ത് ഈ മലയാള സിനിമയിൽ വേറൊരു നടനും അന്ന് അഭിനയിക്കാനുള്ള ധൈര്യവും ഇല്ല. അങ്ങനെ അഭിനയിച്ചു കഴിഞ്ഞാൽ അവന് പിന്നെ ജീവനോടെ പുറത്ത് പോകാനും പറ്റത്തില്ല. പക്ഷേ ശ്രീനിവാസൻ ആയതുകൊണ്ട് മാത്രം അറബിക്കഥ പോലുള്ള സിനിമകൾക്കെല്ലാം വളരെ സ്വീകാര്യത വന്നു. അന്ന് പാർട്ടിയിലെ തന്നെ ഏറ്റവും പ്രമുഖരായിട്ടുള്ള നേതാക്കന്മാരെ പച്ചയ്ക്ക് വിമർശിച്ച സിനിമയായിരുന്നു അറബിക്കഥ. അപ്പം ഞാനത് തിയേറ്ററിൽ കണ്ടപ്പോൾ ഞാൻ തന്നെ ഞെട്ടിപ്പോയി. ദൈവമേ, ഇങ്ങനത്തുള്ള ഒരു സിനിമയിൽ ശ്രീനിവാസനല്ല വേറെ ആരെങ്കിലും അഭിനയിച്ചായിരുന്നെങ്കിൽ അവൻ്റെ ജീവിതം കട്ടപ്പുകയായിരുന്നു. കാരണം ആ രീതിയിൽ ആൾക്കാർ ആക്രമിച്ചായിരുന്നു. നമുക്ക് എല്ലാവർക്കും അറിയാം, ലെഫ്റ്റ് എന്ന് പറഞ്ഞൊരു സിനിമ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ആ സിനിമ തിയേറ്ററിൽ ഇറങ്ങി 3-ാമത്തെ ദിവസം തന്നെ ആ സിനിമ വാഷ് ഔട്ട് എന്നല്ല, ആ സിനിമ എന്തൊക്കെയോ കാരണങ്ങളാൽ അത് സിനിമ പിൻവലിക്കപ്പെട്ടു തിയേറ്ററിൽ നിന്ന്. അതിൻ്റെ പ്രൊഡ്യൂസർ തന്നെ പിന്നീട് വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ സിനിമ ഡയറക്റ്റ് ചെയ്ത അരുൺകുമാർ അരവിന്ദ് എന്ന ഡയറക്ടറിനും പിന്നീട് ഷാഡോ ബാനും സംഭവങ്ങളൊക്കെ സംഭവിച്ചു. അപ്പോൾ അങ്ങനത്തുള്ള ഒരു സംഭവം ശ്രീനിവാസന് പറ്റാത്തതിൻ്റെ കാരണം തന്നെ ശ്രീനിവാസൻ എല്ലാത്തിനും മേലെയാണ്. ആ ഒരു സ്വാതന്ത്ര്യം ശ്രീനിവാസന് എല്ലാ ആൾക്കാരും അനുവദിച്ചു കൊടുത്തു. ഒരേ സമയം മോഹൻലാലിനെയും മമ്മൂട്ടിയും വിമർശിച്ചുകൊണ്ട് ഉദയനാണ് താരം, സരോജ് കുമാർ പോലുള്ള സിനിമകൾ അദ്ദേഹം എടുത്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ ജീനിയസ് ആണ് അതിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത. അതുപോലെ തന്നെ സിനിമയിൽ നമുക്ക് എല്ലാവർക്കും അറിയാം, ഓൾമോസ്റ്റ് ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു സെറ്റപ്പിലാണ് സിനിമ വർക്ക് ചെയ്യുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, പണ്ട് തിരുവനന്തപുരം ലോബി ഉണ്ടായിരുന്നു, പിന്നീട് എറണാകുളം ലോബി ഉണ്ടായിരുന്നു. ഒരു ലോബിയുടെയും ഭാഗമാകാതെ നിന്ന് എല്ലാ ലോബികൾക്കും സ്വീകാര്യനായിരുന്ന ഒരു എഴുത്തുകാരനായിരുന്നു ശ്രീനിവാസൻ. ഒരേ സമയം മമ്മൂട്ടിക്കും മോഹൻലാലിനും വേണ്ടി തിരക്കഥകൾ മാറി മാറി എഴുതി കൊണ്ടിരുന്ന, സന്മനസ്സുള്ളവർക്ക് സമാധാനം പോലുള്ള സിനിമകൾ എഴുതുന്ന സമയത്ത് തന്നെ മമ്മൂട്ടിക്ക് വേണ്ടിയും അദ്ദേഹം ഒരു നുണക്കഥ പോലുള്ള സിനിമകൾ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് അത്രയും ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. ഇതിനിടയ്ക്ക് ശ്രീനിവാസൻ തന്നെ സറ്റേറിക്കലായിട്ട് പറഞ്ഞിട്ടുണ്ട്. കാരണം തിരുവനന്തപുരത്ത് ഉള്ള കുറച്ചൊരു നായർ ലോബി ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു നായർ ലോബിയുടെ ഇടയ്ക്ക് പ്രൊഡ്യൂസർ ഗാന്ധിമതി ബാലൻ ഇരുന്നിട്ട് ഒരു ദിവസം ഇവരെല്ലാം കൂടിയിരിക്കുന്ന സമയത്ത് പറയുന്നു, ഇത് സിനിമയിലെ നായന്മാർക്കെല്ലാം വേണ്ടി നമ്മൾ ഇങ്ങനെ ആസ്വദിക്കുകയാണെന്ന് പറയുന്ന സമയത്ത് ആരോ പറഞ്ഞു ശ്രീനിവാസൻ നായരല്ലെന്ന്. അപ്പം ഉടനെ തന്നെ അതിന് തമാശ രൂപേണ ശ്രീനിവാസൻ പറഞ്ഞത് എൻ്റെ അമ്മ നമ്പ്യാരാണ് എന്നുള്ളൊരു തമാശ പറഞ്ഞ് അദ്ദേഹം ചിരിക്കുന്നത് കൈരളി TV-യിൽ വന്നിട്ടുള്ള ഒരു എപ്പിസോഡിനകത്ത് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇങ്ങനത്തുള്ള പല ജാതിപരമായിട്ടുള്ള വേർതിരിവുകളും സംഭവങ്ങളും സിനിമയിലുണ്ടെന്ന് അദ്ദേഹം പറയാതെ പറയണം. നേരെ മറിച്ച് വേറൊരാളാണ് ഇങ്ങനെ ജാതിപരമായ വേർതിരിവുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തെ ക്യാൻസൽ ചെയ്ത് ഇല്ലാതാക്കിക്കളെ. നമുക്ക് എല്ലാവർക്കും അറിയാം, തിലകൻ്റെ കാര്യമൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. അപ്പോൾ അങ്ങനത്തുള്ള ഒരു സാഹചര്യത്തിൽ വെച്ച് നോക്കുമ്പോൾ തിലകന് നമ്മൾ സമൂഹത്തിൽ വിമർശിക്കാൻ പാടില്ല, അല്ലെങ്കിൽ നമ്മൾ പറയാൻ പാടില്ലാത്ത ഏത് കാര്യവും അദ്ദേഹത്തിന് ആരുടെ മുഖത്ത് നോക്കിയും പറയാൻ ഒരു തരത്തിലുള്ള മടുപ്പോ ചളിപ്പോ ഇല്ലാത്ത ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം ഹൈലി ഇൻ്റലക്ച്വൽ അതുപോലെ തന്നെ ഇൻ്റലിജൻറ്റും ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ നഷ്ടം മലയാള സിനിമയ്ക്ക്, നല്ല ഇന്ത്യൻ സിനിമയ്ക്ക് തന്നെ വലിയ ഒരു നഷ്ടം തന്നെയാണ്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ അദ്ദേഹത്തിന് ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം തന്നെ കൊടുത്ത് അദ്ദേഹത്തെ ആദരിക്കേണ്ടതാണ്. കാരണം അദ്ദേഹത്തെ പോലത്തെ ഒരു സിനിമാക്കാരൻ, അല്ലെങ്കിൽ ഒരു ഹോൾസം സിനിമയുടെ ഒരു വക്താവ്, പ്രൊഡ്യൂസർ, ആക്ടർ, സ്ക്രിപ്റ്റ് റൈറ്റർ എന്നുള്ള നിലയിൽ ഫുള്ള് സിനിമയ്ക്കും കോൺട്രിബ്യൂഷൻ കൊടുത്തിട്ടുള്ള അദ്ദേഹത്തിന് തീർച്ചയായിട്ടും അർഹതപ്പെട്ടത് തന്നെയാണ് ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം. അദ്ദേഹത്തിന് എത്രത്തോളം അംഗീകാരങ്ങൾ നമുക്ക് കൊടുക്കാൻ പറ്റുമെന്നുള്ളതെന്ന് അറിയത്തില്ല. പക്ഷേ ഇനി വരാൻ പോകുന്നത് ശ്രീനിവാസൻ്റെ തന്നെ ഒരു കാലമായിരിക്കും. അദ്ദേഹത്തിൻ്റെ മരണത്തോടുകൂടി വീണ്ടും പഴയ രീതിയിൽ ആൾക്കാർ ഒത്തിരിയും ചർച്ച ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. താങ്ക്